വാർത്തകൾ ഇനി ഫാക്ടറി രാസമാലിന്യ മത്സ്യക്കുരുതി. ആലുവയിലെ സാമൂഹ്യ സംഘടനകളുടെ കൂട്ടായ്മ 10,000 മത്സ്യക്കുഞ്ഞുങ്ങളെ പെരിയാറിൽ തുറന്നുവിടുന്നു. സെന്റ് സേവേഴ്സ് കോളേജ് NSS വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ജനസേവാ ശിശുഭവൻ, കേരള ആക്ഷൻ ഫോഴ്സ്, അൻവർ പാലിയേറ്റീവ് കെയർ, പബ്ലിക് പ്ലാറ്റ്ഫോം ട്രസ്റ്റ് തുടങ്ങിയ സംഘടനകളുടെ സഹകരണത്തോടെയാണ് പെരിയാറിന് മത്സ്യക്കുഞ്ഞുങ്ങളെ സംഭാവന ചെയ്തത്. 10,000 മത്സ്യക്കുഞ്ഞുങ്ങളെ സംഭാവന ചെയ്യുന്ന പരിപാടിയിലെ ആദ്യഘട്ടമാണ് ഇന്ന് സെന്റ് സേവേഴ്സ് കോളേജ് കടവിൽ നടത്തിയത്. വാള, വരാൽ, ഗ്ലാസ് ഹണ്ടർ, കറുപ്പ് തുടങ്ങിയ ശുദ്ധജല മത്സ്യങ്ങളെയാണ് മത്സ്യസമ്പത്ത് നിലനിർത്തുന്നതിന് ആദ്യഘട്ടത്തിൽ പെരിയാറിലേക്ക് തുറന്നുവിട്ടത്. പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പെരിയാർ സംരക്ഷിക്കണം, മണൽ വാരുകയാണ്, വിഷം കലർന്ന വെള്ളമാണ് ഇരിക്കുന്നത്, ഇതെല്ലാം പറഞ്ഞ് പലതവണ ഞാൻ പിന്നെ അവസാനം ഹൈക്കോടതി വലിയ തീരുമാനങ്ങളെടുത്ത് വെച്ച് ഗവൺമെൻറ് ഉടനെ നടപടിയെടുക്കണം. 30-40 വർഷമായി ഒരു നടപടിയും ഗവൺമെൻറ് എടുത്തിട്ടില്ല. ഇനിയും ചത്തുപോകും, അതിന് സംശയമൊന്നുമില്ല. ഇത് ആദ്യമായിട്ടല്ല നടക്കുന്നത്. 2-3 വർഷത്തിന് മുമ്പ് മത്സ്യങ്ങൾ ചത്തുപോകും. അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എറണാകുളം ഡിസ്ട്രിക്റ്റ് മുഴുവനും അവരുടെ കുടിക്കാനുള്ള വെള്ളം ആലുവയിൽ നിന്നാണ് പോകുന്നത്, ഈ നിന്നാണ് പോകുന്നത്. അന്നൊരാൾ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾക്ക് ഇതൊക്കെ ആസിഡ് വെള്ളമാണ്, കുടിക്കാൻ കൊള്ളില്ല, നിങ്ങൾ ഫിൽറ്റർ ചെയ്താലും മോശമാണെന്ന് പറഞ്ഞ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അത് ടെസ്റ്റ് ചെയ്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, കണ്ടോ ഇത് ആസിഡ് വെള്ളം, നമ്മൾ ആൽക്കലൈൻ വെള്ളമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, ഇതൊക്കെ ഇതാണ്, അത് ഞങ്ങൾ ഫിൽറ്റർ ചെയ്തൊക്കെയാണ് കുടിക്കുന്നത്, അതൊക്കെ വിഷം കലർന്നത്. 100 കണക്കിന് ഫാക്ടറീസ് എളുപ്പത്തിൽ അവർ ഈ മലിനജലം ഇങ്ങോട്ട് പെരിയാറിലോട്ട് വിടുക. അതുകൊണ്ട് ഇതുപോലെയുള്ള സംഘടനകൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ഭാവി ജീവിതമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ജനസേവാ ശിശുഭവൻ ചെയർമാൻ ജോസ് മാവേലി, കൺവീനർ ജോബി തോമസ്, സെന്റ് സേവേഴ്സ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മിലൻ ഫ്രാൻസ്, മാനേജർ സി ചാൾസ്, NSS കോർഡിനേറ്റർമാരായ ഡോക്ടർ മരിയ പോൾ, ഡോക്ടർ കെ ലേഖ, റെഡ് ക്രോസ് ജില്ലാ വൈസ് പ്രസിഡന്റ് EA ഷബീർ, പബ്ലിക് പ്ലാറ്റ്ഫോം ട്രസ്റ്റ് സെക്രട്ടറി PA ഹംസകോയ തുടങ്ങിയവർ പങ്കെടുത്തു. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.